ഹായ് പ്യാര വെച്ചോ അനസാറാണ്. എല്ലാ മക്കളും അടിപൊളിയല്ലേ? യെസ്, നമ്മുടെ ക്രിസ്മസ് പരീക്ഷ ഇങ്ങ് അടുത്തെത്തി. എല്ലാ മക്കളും അടിപൊളിയായിട്ട് തയ്യാറാവുന്നുണ്ട് എന്ന് അനസാറിന് അറിയാം. നമ്മുടെ ലൈവുകളൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട നമുക്ക് കഴിഞ്ഞ പരീക്ഷയിലൊക്കെ ചോദിച്ച അല്ലെങ്കിൽ നമുക്ക് പരീക്ഷയിൽ ചോദിക്കുന്ന ഒരു മാതൃകയിലുള്ള ഒരു ചോദ്യമാണ് മാഷി വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാ മക്കൾക്കും ഉപകാരപ്പെടും. കൃത്യമായി എന്റെ മക്കൾ നോക്കിക്കോ. നമുക്ക് നോക്കാം ചോദ്യം. ഇത്തരത്തിലുള്ള ഒരു ചോദ്യം നമുക്ക് എന്ത് ചെയ്യും തരും നോക്കാം. സൂചന എന്ന് പറയും അല്ലെ. എന്നിട്ട് എന്താണ് ആ സൂചന? നമുക്ക് വായിച്ചു നോക്കാം. ചിത്ര പെഹ്ചാനെ ഓർ നാം ചുൻകർ ലിഖേ. ചിത്രം തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നാം പേരുകൾ തിരഞ്ഞെടുത്ത് എഴുതുക എന്നുള്ളതാണ് നമ്മളോട് പറഞ്ഞ ടാസ്ക്. അപ്പൊ നമുക്ക് അതിന്റെ താഴെ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഒരു ബോക്സിൽ കുറെ പേര് തന്നിട്ടുണ്ട്. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് ആ ചോദ്യം വായിക്കണം. അപ്പൊ എന്താണ് ആ ബോക്സിൽ തന്നിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പോവാ. നോക്കിക്കഴിഞ്ഞ മക്കൾ, പേഡ് എന്ന് തന്നിട്ടുണ്ട്, ഗർ എന്ന് തന്നിട്ടുണ്ട്, ഫൂൽ എന്ന് തന്നിട്ടുണ്ട്, ലഡ്കി എന്ന് തന്നിട്ടുണ്ട്, മച്ചലി എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ എന്റെ മക്കൾക്ക് അറിയാം ഈ പേരുകളൊക്കെ നിങ്ങൾ ഓൾറെഡി കേട്ടതാണ്. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത് ആദ്യം തന്നെ എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻ പേപ്പറിൽ ഐഡന്റിഫൈ ചെയ്ത് വെക്കുക. അപ്പൊ പേഡ് എന്ന് പറഞ്ഞാൽ എന്റെ മക്കൾക്കറിയാം മരമാണ്, അഥവാ ട്രീ ആണ്. ഗർ എന്ന് പറഞ്ഞാൽ എന്റെ മക്കൾക്കറിയാം വീടാണ്. ഫൂൽ എന്ന് പറഞ്ഞാൽ എന്റെ മക്കൾക്കറിയാം പൂവാണ്. ലഡ്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ മക്കൾക്കറിയാം പെൺകുട്ടിയാണ്, പെൺകുട്ടി. അപ്പൊ മാഷെ ആൺകുട്ടിക്ക് എന്താ പറയാ? ലഡ്ക എന്നാവും. നോക്കിക്കോ മച്ചലി അല്ലെ. മച്ചലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? മത്സ്യമാണ്, അഥവാ മീനാണ്. അപ്പൊ ഇത് നമ്മൾ ഐഡന്റിഫൈ ചെയ്തല്ലോ. ഇനി നമ്മൾ ചിത്രം എങ്ങനെ നോക്കാം? അപ്പൊ നമുക്ക് ചിത്രം കാണുമ്പോൾ ഇത് വീടാണല്ലോ അല്ലെ. അതേപോലെ ഇത് പൂവാണല്ലോ, ഇത് മരാണല്ലോ, ഇത് മീനാണല്ലോ, ഇത് പെൺകുട്ടിയാണല്ലോ. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഓരോന്നും നേരെ എടുത്ത് ചെയ്താൽ മതി. സിമ്പിൾ ആണ്. അപ്പൊ വീടിന് എന്താ പറയാ? ഗർ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഗർ എന്ന് എടുത്ത് എഴുതാൻ പോകുന്നു. നോക്കിക്കോ, ഇവിടെ ഇങ്ങോട്ട് എഴുതി ഗർ. സെറ്റ് അല്ലേ? അങ്ങനെ രണ്ടാമത്തെ പൂവാണല്ലോ മാഷേ. അപ്പൊ എന്താ ചെയ്യാ? അപ്പൊ അത് ഒന്നും ചെയ്യാനില്ല. ഫൂൽ എന്ന് എന്ത് ചെയ്യാ? ഇങ്ങോട്ട് എടുത്ത് എഴുതുക. ഇനിയോ മൂന്നാമത്തെ സാറേ മരാണ്, ഞങ്ങൾക്കറിയാം പേടല്ലേ, അതന്നെ, അത് നേരെ ഇങ്ങോട്ട് എടുത്ത് എഴുതുക. നാലാമത്തെ സാറേ മീനാണ്. അത് കുറച്ച് പ്രയാസമാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് ബാക്കിയുള്ള 4 കിട്ടി, ഇത് കിട്ടിയില്ലെങ്കിൽ ആ 4 കഴിഞ്ഞാൽ ഉള്ളതാവും ഇത്. അപ്പൊ മച്ചലിയാണ്. അഞ്ചാമത്തെ സാറേ പെൺകുട്ടി, അത് ഞങ്ങൾക്കറിയല്ലോ. അപ്പൊ എന്ത് ചെയ്യും? ലഡ്കി എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? എഴുതി കൊടുക്കുന്നു. ഒരിക്കൽ കൂടി എന്റെ മക്കൾ നോക്കിക്കോ. ഗർ എന്ന് പറഞ്ഞാൽ വീടാണ്, ഫൂൽ എന്ന് പറഞ്ഞാൽ പൂവാണ്, പേട് എന്ന് പറഞ്ഞാൽ മരാണ്, മച്ചലി എന്ന് പറഞ്ഞാൽ മീനാണ്, ലഡ്കി എന്ന് പറഞ്ഞാൽ പെൺകുട്ടിയാണ്. ഇത്തരത്തിൽ എൻ്റെ മക്കൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് പരീക്ഷയിൽ എത്ര മാർക്കാ? 5 മാർക്ക്. നമ്മളെന്തോ ചെയ്തോ അല്ലേ? നമ്മൾ ചെറിയ ബുദ്ധി ഉപയോഗിച്ചിട്ടുള്ളൂ. ഇത്തരത്തിൽ എൻ്റെ മക്കൾ എന്ത് ചെയ്യാണ്ടാവും? പരീക്ഷയിൽ ഒരു ചോദ്യം ഉണ്ടാകും. ആ ചോദ്യത്തിന് നിങ്ങൾക്ക് 5 മാർക്കും കിട്ടും. ഓക്കെ ആണോ? അപ്പൊ സാറേ ഇതേമാതിരി ചോദ്യം വന്നാൽ ഞങ്ങൾ എഴുതും, ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. ഇതേപോലെ നിറങ്ങൾ ചിലപ്പോൾ ചോദിച്ചേക്കാം, മൃഗങ്ങളെ ചിലപ്പോൾ ചോദിച്ചേക്കാം, പക്ഷികളെ ചിലപ്പോൾ ചോദിച്ചേക്കാം. ഏതാണെങ്കിലും ചിത്രം തന്നിട്ട് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ചോദിക്കും. ഇനി അതല്ല, ചിലപ്പോൾ ഒരു ചെറിയ കഥ തന്നിട്ട് ആ ചില ഭാഗങ്ങളിൽ ആ ചിത്രം കൊടുക്കും. എന്നിട്ട് അത് നിങ്ങളോട് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടും നിങ്ങളോട് ചിലപ്പോൾ ചോദിക്കാറുണ്ട്. എന്തായാലും ചിത്രം തന്നിട്ട് ഐഡന്റിഫൈ ചെയ്യാനുള്ള ചോദ്യം 100% നിങ്ങളോട് ചോദിക്കും. നോ ഡൗട്ട്. അനസാറ് നിങ്ങളോട് ഉറപ്പ് തരാം. സെറ്റല്ല മക്കളെ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മുടെ യൂട്യൂബ് ലൈവ് ഒക്കെ അടിപൊളിയായിട്ട് കാണുന്ന മക്കളുണ്ട്. നമുക്ക് അതിന് പുറമെ ഒരു അടിപൊളി ബാച്ച് ഉണ്ട്, പൃഥ്വി ബാച്ച്. എന്താ ബാച്ചിന്റെ പേര്? പൃഥ്വി ബാച്ച് ആണ്. അപ്പൊ നിങ്ങൾ യൂട്യൂബിൽ ക്ലാസ് കാണും. അപ്പൊ സാറേ ഹിന്ദി ക്ലാസ് നാളല്ലോ തന്നത്, ഇനി ഹിന്ദി ക്ലാസ് ഇല്ലേ? പക്ഷേ കൃത്യമായിട്ട് ഹിന്ദി ക്ലാസ് ഒക്കെ നടക്കുന്ന ഒരു ഇടമുണ്ട്. എവിടെയാണത്? നമ്മുടെ പൃഥ്വി ബാച്ച് ഓൺലൈൻ ട്യൂഷൻ ബാച്ചിലാണ്. അതിന്റെ 2025-26 2.0 നമുക്ക് വീണ്ടും അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അങ്ങോട്ടുള്ള എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് സെറ്റ് ആയിട്ട് മനസ്സിലാകും. അതിൽ ഡെയിലി ക്ലാസ്സുകൾ ഉണ്ട്, അതേപോലെ റെക്കോർഡർ സെക്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഒരു ലൈവ് ക്ലാസ് കാണാൻ കഴിഞ്ഞില്ല, അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന്റെ റെക്കോർഡർ വീഡിയോ അതിലുണ്ടാവും, അത് നിങ്ങൾക്ക് കാണാം. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത സ്ലൈഡ്സ് ആൻഡ് നോട്ട്സ് ആഫ്റ്റർ എവറി ക്ലാസ് നിങ്ങൾക്ക് അവൈലബിൾ ആകും. നോ പ്രോബ്ലം. PYQ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. ചാപ്റ്റർ വൈസ് എന്ത് ചെയ്യും? നിങ്ങൾക്ക് യൂണിറ്റ് വൈസിലൊക്കെ എക്സാമിനേഷൻ നടത്തും. നോ പ്രോബ്ലം. അപ്പൊ നിങ്ങൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ഓൾറെഡി സെറ്റ് ആവും. അതേപോലെ നിങ്ങൾക്ക് ആപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്. ഇതിൻ്റെ ഒക്കെ ന്യൂ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ 9995 അതേപോലെ 00800 എന്നുള്ള നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അടിപൊളിയായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അവൈലബിൾ ആകും. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അതിലേക്ക് ജോയിൻ ചെയ്യാം.
ഓക്കെ, സെറ്റാണോ? 2499 എന്നുള്ള പ്രൈസ് ആണ്. നിങ്ങൾക്ക് ഇനി അങ്ങോട്ടുള്ള അധ്യയന വർഷം കംപ്ലീറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യും, അതിൽ ജോയിൻ ചെയ്യാം. അപ്പൊ ആപ്പിലും നിങ്ങൾ ക്ലാസ് കാണുന്നു, യൂട്യൂബിലും നിങ്ങൾ ക്ലാസ് കാണുന്നു, അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് സെറ്റാക്കി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ ആണല്ലോ? അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, അടിപൊളിയായിട്ട് പഠിക്കുക. അനസാർ നിങ്ങളുടെ കൂടെയുണ്ട്. ഇനി നമ്മുടെ യൂട്യൂബ് ലൈവ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അനസാർ എത്തും വീണ്ടും. അപ്പൊ എല്ലാ മക്കളും അടിപൊളിയായിട്ട് പഠിക്കുക. എല്ലാ മക്കൾക്കും വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. അഗला वीडियो में अनसार फिर मिलेगा. सबका बहुत बहुत शुक्रिया. बाय बाय.